ഗൈസ്, ഇറ്റ്സ് മീ അഖില ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ. അതായത് കുഞ്ഞാവയുടെ വെഡ്ഡിങ് പർച്ചേസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സാരിയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സാരിയുടെ ബ്ലൗസ് കാര്യങ്ങളോ ഒന്നും നമ്മൾ ഡിസൈൻ ചെയ്യിക്കാനോ സ്റ്റിച്ച് ചെയ്യാനോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ തന്നെ നമ്മൾ റിസപ്ഷനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അതായത് റിസപ്ഷന്റെ ഡ്രസ്സിലും ബ്ലൗസിലൊക്കെ ഒരു താജ്മഹൽ തന്നെ പണിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഫറൻസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി റെഫറൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നടത്തണമെന്ന് നമുക്ക് ബുട്ടിക്ക് ചെന്നിട്ട് അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തീരുമാനിക്കാം. എന്നാലല്ലേ നമുക്ക് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ അതിൽ ഒതുങ്ങി കിട്ടുമെന്ന് മനസ്സിലാവത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ നെക്സ്റ്റ് മാറ്റർ എന്ന് പറയുന്നത് കുഞ്ഞാവയ്ക്ക് ഹൽദിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കൂടി ഡ്രസ്സല്ല, നമുക്ക് മെറ്റീരിയൽ എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ എടുക്കുമ്പോൾ എനിക്കും വേണം. അപ്പൊ നമുക്ക് ഒന്നിച്ചു പോവാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ആക്ച്വലി ഹൽദിക്കുള്ള ഡ്രസ്സ് നമുക്ക് റെഡി ടു വിയർ ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പ്ലാൻസ് ഒക്കെ മുന്നോട്ട് വെച്ചത്. പക്ഷേ റെഡിമെയ്ഡ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്തോ അങ്ങോട്ട് സെറ്റായില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒന്നും സെറ്റായിട്ട് കിട്ടിയില്ലെന്ന് തന്നെ പറയാം. ഏറ്റവും അവസാനം ഞങ്ങൾ ചാടി പിടിച്ച് ഇപ്പം മെറ്റീരിയൽ എടുത്തിട്ട് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യിക്കാവുന്നുള്ളൊരു ഡിസിഷനിൽ ഇപ്പൊ പോവാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മളിപ്പോ കായംകുളത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മള് മെറ്റീരിയൽ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് പോകാൻ പോകുന്നത്. കായംകുളത്തുള്ള പരാഗിലാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ജസ്റ്റ് നമുക്കൊന്ന് പോയിട്ട് നോക്കാം കളക്ഷൻസ് ഒക്കെ ഉണ്ടോ. അവിടുന്ന് നമുക്ക് ഓപ്റ്റായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മള് അറേബ്യന്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് കേട്ടോ. ഇതിലെ അങ്ങോട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പുറത്ത് പാർക്ക് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് സ്പേസ് ഇല്ല, വൺ വേ ആണ്. നമുക്ക് ഇതിലേ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലേ കയറി അവിടെ ഷോപ്പിലോട്ട് പോവാവേ. ആക്ച്വലി ഇത് മെറ്റീരിയൽസിന് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ വേറെ ഒരു ഡ്രസ്സസ് നമുക്ക് അവൈലബിൾ ആവില്ല. മെറ്റീരിയൽസിൽ തന്നെ എന്തോരം കളക്ഷൻ ആണെന്ന് അറിയോ. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ മെറ്റീരിയൽസിന്റെ പേര് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. അവരാണെങ്കിൽ ഓരോന്നിന്റെ പേര് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അറിയാമെങ്കിലല്ലേ റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്. ഏത് രീതിയിലുള്ള നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏത് രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ശരിക്കും ഞങ്ങൾ ഹൽദിക്കുള്ള ഡ്രസ്സിൻ്റെ പേര് പറഞ്ഞാണ് കേട്ടോ വീട്ടിൽ നിന്ന് ചാടിയത്. വേറെ ഒരു തുണി കഷ്ണം പോലും വീട്ടിലോട്ട് കൊണ്ടുചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വെഡ്ഡിങ് പർച്ചേസ് ഒക്കെ ഓൾറെഡി ഞങ്ങൾ ഡണ്ണാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ മാത്രം ഇപ്പോൾ ചാടിയതാണ് കേട്ടോ. ജസ്റ്റ് അവിടെ ചെന്നിട്ട് ഹൽദിക്കുള്ള ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവർ ഒരു ലോഡ് യെല്ലോ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ യെല്ലോ ഷെയ്ഡ് കണ്ടോ, ഇത് യെല്ലോ അല്ല, ഒരു ബേൺ യെല്ലോ എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഹൽദിക്കൊക്കെ അടിപൊളിയായിട്ട് പോകുന്ന ഷെയ്ഡാണ്. അതാണ് കേട്ടോ നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലാക്ക് കളർ മെറ്റീരിയൽ ഉണ്ട്. എനിക്കാണെങ്കിൽ ബ്ലാക്ക് എവിടെ കണ്ടാലും ചെറിയൊരു ക്രേസ് ആണ് കേട്ടോ. അത് അടിപൊളി ഷിമ്മറി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നേ. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ഡബിൾ സ്റ്റാൻഡിലായിരുന്നു കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് എടുക്കാം, ജസ്റ്റ് അവൾക്ക് നോക്കിയിട്ട് മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് എടുക്കാം എന്നുള്ളൊരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എടുക്കാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ഞാനും എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന 2 യെല്ലോ മെറ്റീരിയൽസിൽ നിന്ന് ഒന്നാണ് കേട്ടോ ഞാൻ സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. വർക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട, ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കൈൻഡ് ഓഫ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കേർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് അത് കൊണ്ടുചെന്ന് വെച്ചിട്ട് അതിന് ബെറ്റർ ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യായിരുന്നു കേട്ടോ ഞാൻ ചെയ്തത്. ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ അവരെ കൊണ്ട് ഞാൻ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ഇടിപ്പിച്ച് നോക്കിയത്. കാരണം നമുക്ക് കളേഴ്സ് ഇതിൻ്റെ കൂടെ പോയില്ലയോ എന്നുള്ളത് അറിയണമല്ലോ. യെല്ലോ ആയതുകൊണ്ട് തന്നെ യെല്ലോയുടെ കൂടെ എല്ലാം അങ്ങ് പോത്തില്ല, ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ചൂസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലൊക്കെ ഞാൻ മെറ്റീരിയൽസ് അവരെ കൊണ്ട് എടുത്ത് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി ഈ ഒരു കളറാണ് കേട്ടോ കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു യെല്ലോയുമായിട്ട് മിങ്കിളായി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ 2-3 ഷെയ്ഡ്സ് ഞാൻ എടുത്ത് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു നെറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അതിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരെണ്ണമാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ എടുക്കുകയും ചെയ്തു കേട്ടോ. അത് വെച്ച് നോക്കിയിട്ടുള്ള ഫാഷൻ ഷോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ അത് എത്രത്തോളം വിസിബിൾ ആണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അവിടെ ലൈറ്റിങ് കുറവായിരുന്നു. ലൈറ്റിങ് കൂടെ പക്കയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കളർ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ
കുറച്ചും കൂടി എടുത്തറിയാവരുതെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം വീഡിയോസിലൊന്നും വലിയ ക്ലാരിറ്റി വരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ എക്സാക്ട് കളർ നമുക്ക് എടുത്തറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല വീഡിയോയിൽ. അങ്ങനെ സ്കേർട്ടിനും ടോപ്പിനുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലൈനിങ് സെക്ഷനിലോട്ടാണ് കേട്ടോ. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ലൈനിങ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കുമ്പോൾ നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ലൈനിങ്സും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ടോപ്പിന് കുറച്ച് പളപള തിളങ്ങുന്ന ലൈനിങ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നെറ്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വിസിബിലിറ്റി കൂടുതലായിരുന്നു കേട്ടോ എൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലിന്. അതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ഗ്ലിറ്ററി ടൈപ്പുള്ള മെറ്റീരിയലാണ് കേട്ടോ ഞാൻ അതിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല അടിപൊളി മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാരണം ഒരു സ്ഥലത്തോട് നമുക്ക് പോകാനുണ്ട്. അങ്ങനെ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ബാലൻസ് കിട്ടി 10 രൂപയായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ ബ്ലൗസ് ഡിസൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബുട്ടീക്കിലേക്ക് പോവാണ്. നമ്മൾ സിയയിലാണ് കേട്ടോ പോകുന്നത്. കായംകുളത്തുള്ളവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സിയ ഡിസൈനർ ബുട്ടീക്കിലാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. മെറ്റീരിയലെടുത്ത് ടൈം പോയത് അറിഞ്ഞതേയില്ല. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പം നമ്മളുടെ ഒരു ലോഡ് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ സിയയിൽ വന്നിരിക്കുകയാണ്. കുഞ്ഞാവയുടെ വെഡിങ് ബ്ലൗസും അവളുടെ റിസപ്ഷനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മൾ കുഞ്ഞാവയുടെ എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാനെടുത്ത സാരി ബ്ലൗസും ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്തു തരും. കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നമ്മൾ ഒരുപാട് എടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് കുറവായിട്ടാണ് ഇവർ ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, നേരെ അകത്തോട്ട് പോവാം. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച അത്രയും തിരക്കുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് സമയം ഞങ്ങളോട് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ കയറി ഡിസൈൻ ചെയ്യാനുള്ള ബ്ലൗസും അതിൻ്റെ റെഫറൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തു. പിന്നെ എൻ്റെ ഒരു ലെഹൻഗയും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതും എല്ലാം കൊടുത്തിട്ട് ഫൈനലി നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വന്നത്. ഇവിടെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയത്തില്ല. കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാഗിൽ തന്നെ പോകുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അവിടെ അഫോർഡബിൾ ആയിട്ട് നല്ല ഡിസൈനർ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവളുടെ നേരത്തെ കിട്ടും കേട്ടോ. എൻ്റെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത്. ഇനിയൊന്നുമില്ല. പിന്നെ നമുക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തെങ്കിലും കുടിക്കണം, കഴിക്കണം, എന്നിട്ട് വീട്ടിൽ പോകണം. അപ്പൊ നമുക്ക് നേരെ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബുട്ടീക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ടുള്ളതാണ്. അടിപൊളി ഷേക്സ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. കുഞ്ഞാവയുടെ ഷാർജ ഷേക്കാണ് കേട്ടോ ഇതാ ഈ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്. പെട്ടെന്ന് കിട്ടട്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞത്. പക്ഷെ ഷാർജ ഇങ്ങ് എത്തിയിട്ടും ആ ഓറഞ്ച് ജ്യൂസ് ഇങ്ങ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം. ഷാർജ കുടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഓറഞ്ച് ജ്യൂസ് ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. I want my juice right now. എൻ്റെ ഉണ്ടാക്കുന്ന നിലവിലും കേട്ടതാണോ എന്ന് അറിയത്തില്ല. ഓറഞ്ച് ജ്യൂസ് പെട്ടെന്ന് തന്നെ അവരോട് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഹൽദിയുടെ ഡ്രസ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചധികം സമയമായി. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. കാശിക്കുട്ടിനെ വീട്ടിലെത്തിയിട്ടാണ് വന്നത്. എന്തായി എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിലാണ്. എന്നിട്ട് അമ്മ ലിഫ്റ്റ് വൃത്തിയായിട്ടോ ലിഫ്റ്റിക്ക് ഇരിക്കുന്ന കണ്ടില്ലേ? ഇത് അമ്മ ശ്രീചേട്ടന്റെ വീട്ടിൽ പോവും. എന്നിട്ട് അലമ്പാക്കും. എന്നിട്ട് ഞാൻ പോയി അവിടെ കളിച്ചിട്ടാ വരുന്നത്. എന്നിട്ട് നേരെ എൻ്റെ വർക്കിൻ്റെ അടുത്തോട്ട് എന്നിട്ട് സ്പൂൺ പിന്നെ നമ്മുടെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്ത് ബെല്ലൈക്കും കൂടെ ചെയ്ത നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ പുതിയൊരു വീഡിയോ ഒക്കെയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. അമ്മയെ കാണുന്ന വീഡിയോ എല്ലാരും കാണണേ. അപ്പം എല്ലാ വീഡിയോ കാണണേ. അമ്മയുടെ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ഒക്കെയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ.